ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹരു ആൻഡ് താനു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ കുട്ടി ചാമ്പയിലും ചാമ്പയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുൻപ് നമ്മൾ ചാമ്പയ്ക്ക കൊണ്ടുള്ള പല റെസിപ്പീസും കാണിച്ചിട്ടുണ്ട്. ചാമ്പയ്ക്ക കൊണ്ടുള്ള പല റെസിപ്പീസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിലുണ്ട്. തീർച്ചയായിട്ടും അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. തോരന് വേണ്ടി ക്ലീനാക്കി ചെറുതായിട്ട് മുറിച്ചെടുത്ത ചാമ്പയ്ക്ക ഞാനിവിടെ 2 കപ്പ് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തുള്ള കുരുവൊക്കെ മാറ്റിയിട്ടാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. ഒരു കടായി ചൂടാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഏത് തരം റിഫൈൻഡ് ഓയിലും നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുന്നതിനൊപ്പം തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ചാമ്പയ്ക്ക നല്ല മധുരമുള്ള ചാമ്പയ്ക്കയാണ്. അപ്പോൾ ചില ചാമ്പയ്ക്ക അത്ര മധുരം ഉണ്ടാവില്ല, ചെറിയൊരു പുളിപ്പുണ്ടാകും. അങ്ങനെ പുളിപ്പുള്ള ചാമ്പയ്ക്കയാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഉപ്പ് വരട്ടി വെച്ചിട്ട് അതിന് നീര് ഒന്ന് പിഴിഞ്ഞ് കളയണം. എന്നിട്ട് ഇതുപോലെ തോരൻ ഉണ്ടാക്കിയാൽ മതിയാകും. ഇതിലേക്ക് നമുക്ക് ഒരു വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഇവിടെ പൊട്ടി വരുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം ചെറിയുള്ളി ചെറുതായിട്ട് മുറിച്ചത് 3 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് മുറിച്ചത്, 2 പച്ചമുളക് എന്നിവയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2 എണ്ണം ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ എന്നിവ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ചാമ്പയ്ക്ക നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ചാമ്പയ്ക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മളിവിടെ തുറന്നു വെച്ചിട്ടാണ് ചാമ്പയ്ക്ക വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അധികം വേവൊന്നുമില്ല, ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ചാമ്പയ്ക്ക വെന്ത് കിട്ടും. കണ്ടോ, കുറച്ച് സമയത്തിന് ശേഷം ഈ ചാമ്പയ്ക്കയിലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളം വറ്റിയതിനു ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. ചാമ്പയ്ക്ക ഇവിടെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. വെന്തോന്ന് അറിയാനായിട്ട് ഒരു ചെറിയ കഷ്ണം എടുത്ത് കഴിച്ചു നോക്കിയാൽ മതി. ഇതിലേക്ക് നമുക്ക് 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ട് ചിരണ്ടിയ 5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അവസാനമായിട്ട് ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ മധുരവും എരിവും പുളിപ്പും ഒക്കെയുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചാമ്പയ്ക്ക തോരൻ ഇവിടെ റെഡിയാണ്. തേങ്ങ ചേർത്തിട്ട് 2 മിനിറ്റ് കൂടി സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാനിതൊന്ന് വലിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക തോരൻ ഇവിടെ റെഡിയാണ്. ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി ചൂടോടുകൂടി തന്നെ നമുക്ക് ചോറിൻ്റെ ഒപ്പം സെർവ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ് ഹരു ആൻഡ് താനു. ബൈ.